ഒരു നല്ല അധ്യാപകൻ ഒരു ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ ജ്ഞാനസിന്ധുവാവണം. 2 ദയാസിന്ധുവാവണം. ഏറ്റവും നല്ല ഗുരുനാഥനെ തേടി നടന്ന പിപ്പലാദൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉപനിഷത്തിലുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകന് കൊടുത്ത വിശേഷണമാണ്. MAയും PhDയും നെറ്റും നീറ്റും നാറ്റും ഒന്നുമല്ല. ഗുരു ജ്ഞാനസിന്ധുവായിരിക്കണം. അറിവിൻ്റെ 6ാം തമ്പുരാനാവണം, ജ്ഞാനസിന്ധുവാവണം, ദയാസിന്ധുവാവണം. അത് രണ്ടുമാണ് ഭാരതം ലോകത്തിന് കൊടുത്ത അധ്യാപക നിർവചനം. ബ്രിട്ടീഷുകാരൻ്റെ ഗ്ലോസറിയിൽ എ ടീച്ചർ 2 കുത്ത് കോളൻ, എ സെല്ലർ ഓഫ് നോളജ്. ഇന്നെൻ്റെ കുട്ടികൾക്ക് ആ നോളജ് വേണ്ട. കാരണം അവൻ്റെ കൊച്ചു യന്ത്രത്തിൽ, അവൻ്റെ കമ്പ്യൂട്ടറിൽ, അവൻ്റെ ഗൂഗിളിൽ അവനെല്ലാം കിട്ടും. അവിടെ അധ്യാപകൻ ഔട്ട് മോഡഡ് ആവുന്നു, അധ്യാപകൻ തെറ്റിപ്പിരിയുന്നു. ഇണങ്ങാത്ത പുസ്തകവും പിണങ്ങുന്ന അധ്യാപകനുമാണ് പണ്ടെങ്കിൽ. ഇന്നെല്ലാം പിണങ്ങി നിൽക്കുന്നു. അത് മാറണമെങ്കിൽ ഖനനം ഉള്ളിൽ നിന്ന് തുടങ്ങണം. അതിന് മുഹമ്മദ് സാറ് വെളിച്ചമാവട്ടെ. നന്ദി.